ഈ 17-ാം തീയതി കേരളം വളരെ ദുഃഖത്തോടെ ഇരിക്കും. കേരളത്തിൻ്റെ ഒരു തലം തൊട്ട് അങ്ങേ തലം വരെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ, ഇതൊക്കെയാണ് ദൈവഭക്തിയുടെ ആത്മാവ് എന്ന് വിളിച്ചോതിയ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു യാത്ര ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ യാത്രയല്ലായിരുന്നു. മരണം വരെ വളരെ ചെറിയൊരു നൈമിഷിക കാലഘട്ടത്തിൽ മനുഷ്യനിവിടെ ജീവിച്ചു പോവേണ്ടതുണ്ട്. മനുഷ്യർക്കൊപ്പം മനുഷ്യരെ ചേർത്ത് പിടിക്കലാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ യാത്രയിലെ പല ഘട്ടങ്ങളിലായിട്ട് ഞാനും പല പോസ്റ്റുകളും ഇട്ടത്. ഈ മനുഷ്യർക്കൊപ്പം എന്ന ഒരു നിർവചനം അതിനെ ഒരുപാട് ആകർഷിച്ചു. ഒരു വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, എല്ലാ വ്യക്തികളും, മനുഷ്യനായി ജീവിച്ച എല്ലാ വ്യക്തികളും ഒരുപോലെയാണ്. ചിലർക്ക് എന്തെങ്കിലും പദവികൾ ലഭിച്ചിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും അധികാര വഴികളിൽ അവരെന്തെങ്കിലും ലീഡേഴ്സായിരിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടരികിലുള്ള ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ. ലോകരാഷ്ട്രത്തിൻ്റെ ഒരു തലവനും ആ മനുഷ്യനും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു രാഷ്ട്രത്തലവൻ എത്രമാത്രം ഒരു VIP ആണോ അതിലേറെ VIP ആണ് നമ്മൾക്കൊരു നേരം ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന നമ്മുടെ വീട്ടരികിലെ ഒരു വ്യക്തി. ആ വ്യക്തിക്കുള്ളിലെ തലച്ചോറിലെ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയ അവരുടെ മതത്തെയോ ജാതിയോ രാഷ്ട്രീയമോ അല്ല അവിടെ നോക്കേണ്ടത്. ആ മനുഷ്യ ശരീരം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലയുകയാണ്. അതിനോടൊരു കാരുണ്യം കാണിക്കുക, ദയ കാണിക്കുക. ഒരു പൊതി ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരു കുറച്ച് പണം എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരിത്തിരി സ്നേഹം, കാരുണ്യ, ദയ കേൾക്കാൻ പറ്റുമെങ്കിൽ, ഒരു പക്ഷേ വർഷങ്ങളോളം നിങ്ങൾ ദൈവത്തെ പ്രകീർത്തിച്ച്, ദൈവത്തിനു വേണ്ടി സിന്ദാബാദ് വിളിച്ച് സംഘടനകളായി പടപൊരുതി, ദൈവങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി പടപൊരുതി നിന്നതിനേക്കാളും നിങ്ങളുടെ ഭക്തിയുടെ റിസൾട്ടായിരിക്കും അവിടെ അനുഭവിക്കുന്നത്. കാരുണ്യമാണത്. അത് നിലനിർത്താനാണ് നമുക്ക് സാഹചര്യമുണ്ട്. അയാൾ ഏത്